ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഈ പറയാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബോധം പോകുന്നത് പോലെ തോന്നും. എനിക്ക് മനസ്സിലായില്ല ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന്. കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കും ഇതേ ഞെട്ടൽ തന്നെ ഉണ്ടാകും. ഹൃദയം നടുങ്ങുന്ന ഈ ഒരു സംഭവം നടന്നത് 2020 സെപ്റ്റംബർ മാസം 19-നാണ്. ഇറ്റാവ ജില്ലയിലെ ചക് സലേംപൂർ ജസ്വന്ത് നഗർ ബ്ലോക്കിൽ 2020 ഈ ഭീകര സംഭവം പുറത്തു വന്നപ്പോൾ ആ നാട്ടുകാരിൽ പടർന്ന ഭയം വാക്കുകളാൽ വിവരിക്കാൻ കഴിയില്ല. ജനങ്ങൾക്ക് വിശ്വസിക്കാനായില്ല ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന്. അവൾ എന്താണ് ചെയ്തത്? എന്തുകൊണ്ടാണ് ഈ സംഭവം ഇത്ര ഭീകരമായ രൂപമെടുത്തത്? ഇന്നത്തെ ഈ വീഡിയോ അത്രയും ഭയാനകമാണ്. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. എന്നാൽ അടുത്ത ദിവസം മുതൽ ഈ ഒരു കഥ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഓടിക്കൊണ്ടിരിക്കും. നിങ്ങളെ ആലോചിപ്പിക്കും, ഭയപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾക്ക് 2 കണ്ണുകളും അടച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണാം. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുന്ന നിമിഷം എല്ലാ ദൃശ്യങ്ങളും നിങ്ങളുടെ മനസ്സുകൊണ്ട് തന്നെ സൃഷ്ടിക്കാൻ തുടങ്ങും. സെപ്റ്റംബർ മാസം 19 ഇറ്റാവ ജില്ലയിലെ ചക് സലേംപൂർ ജസ്വന്ത് നഗർ ബ്ലോക്ക്. ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ ഒരാളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും മറ്റൊരാൾ പങ്കുചേരുന്ന ആളുകളാണ്. പക്ഷേ അന്നത്തെ ആ ദിവസം രാത്രി സാധാരണ ഒരു ദിവസം അല്ലായിരുന്നു. ആ രാത്രിയിൽ ഒരു പെൺകുട്ടി സ്വന്തം വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി. എന്നാൽ പിന്നീട് ഒരിക്കലും അവൾ വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല. ആ പെൺകുട്ടിയുടെ പേര് റീറ്റ. 22 വയസ്സുള്ള ഒരു നിരപരാധിയായ പെൺകുട്ടി. തൻ്റെ ജീവിതം ഇത്ര പെട്ടെന്ന് ഇത്ര ഭീകരമായ ഒരു വഴിത്തിരിവിലേക്ക് പോകുമെന്ന് അവൾ ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല. അന്നത്തെ ദിവസങ്ങളിൽ റീറ്റയുടെ വീട്ടിലെല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു. പക്ഷേ ആ നിശബ്ദത അത് ഒരു കൊടുങ്കാറ്റ് എത്തുന്നതിന് മുൻപുള്ളൊരു മുന്നറിയിപ്പായിരുന്നു. അന്നത്തെ ദിവസം ആ രാത്രി റീറ്റ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി. പിന്നീട് അങ്ങനെ അപ്രത്യക്ഷയായി. അവൾ രാത്രി മുഴുവനും വീട്ടിലേക്ക് മടങ്ങി എത്താതായതോടെ വീട്ടുകാരുടെ ഉറക്കം തന്നെ നഷ്ടമായി. മുഴുവൻ കുടുംബവും ഭയത്തിലും ആശങ്കയിലുമായി. അവളുടെ അമ്മയും അച്ഛനും ബന്ധുക്കളും എല്ലാം ഫോൺ ചെയ്ത് നോക്കി, സുഹൃത്തുക്കളോടും അന്വേഷിച്ചു. പക്ഷേ റീറ്റയെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. സ്വന്തം മകളുടെ സന്തോഷത്തിനായി എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ആ കുടുംബം ഇപ്പോൾ ഓരോ നിമിഷവും ഒരു പ്രാർത്ഥന മാത്രം നടത്തി. അവൾ എവിടെയായാലും സുരക്ഷിതമായിരിക്കട്ടെ, വീണ്ടും വീട്ടിലേക്ക് തിരികെ വരട്ടെ. ആ ഭയാനക രാത്രി അങ്ങനെ കടന്നുപോയി. പക്ഷേ റീറ്റയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. റീറ്റയുടെ അമ്മയായ ഭഗവാൻ ദേവി വീട്ടിലെ ഓരോ കോണിലും തിരഞ്ഞു നടന്നു, എവിടെയെങ്കിലും മകളെ കിട്ടുമോ എന്ന്. അവളുടെ അച്ഛൻ അവളെ കണ്ടെത്താൻ കഴിയുന്നതെല്ലാം ചെയ്തു. അവസാനം ഈ കാര്യം പോലീസ് സ്റ്റേഷനിലെത്തി. റീറ്റയെ കാണാതായതിന് പിന്നാലെയുള്ള ദിവസം, അതായത് സെപ്റ്റംബർ മാസം 20-ാം തീയതി ആ കുടുംബം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മകളെ കാണാനില്ല എന്നൊരു പരാതി നൽകി. പോലീസ് വീട്ടുകാരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന്. അപ്പോൾ ഒരു പേര് മുന്നോട്ട് വന്നു, രാംകുമാർ. ഈ പേര് നന്നായി നിങ്ങൾ ഓർമ്മിച്ചു വയ്ക്കുക. കാരണം കഥ മുന്നോട്ട് പോകുമ്പോൾ ഈ പേരിനെ ചുറ്റിപ്പറ്റി ഒരു വമ്പിച്ച വെളിപ്പെടുത്തലുകൾ നടത്താനിരിക്കുകയാണ്. ഇപ്പോൾ റീറ്റയെ കാണാതായി ഒരാഴ്ച കഴിഞ്ഞു. എന്നാൽ അവളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. പിന്നീട് ഒരു ദിവസം ഗ്രാമത്തിലെ ഒരു കർഷകൻ തൻ്റെ വയലിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് വയലിൻ്റെ അരികിലെ ചെറിയൊരു കുഴിയിലേക്ക് തിരിഞ്ഞു. അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ പൂർണ്ണമായും ഞെട്ടിച്ചു. അവിടെ ഒരു ചീഞ്ഞുപോയ മനുഷ്യ അസ്ഥിക്കൂടം കിടക്കുകയായിരുന്നു. ഇത് കണ്ട ഉടനെ അയാൾ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് ഓടി. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ അവർ കണ്ടത് അസ്ഥിക്കൂടം അത്രയും മോശമായ അവസ്ഥയിലായിരുന്നു. അത് ആരുടേതാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അത് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. ഒരു കെമിക്കലിലൂടെയോ അല്ലെങ്കിൽ തീ കൊളുത്തിയോ. പോലീസിന്റെ ഏറ്റവും വലിയ പ്രശ്നവും അതുതന്നെയായിരുന്നു. അസ്ഥിക്കൂടം ആരുടേതാണെന്ന് തിരിച്ചറിയാൻ യാതൊരു വഴിയുമില്ല. എന്നാൽ അവിടെ നിന്ന് ഒരു സ്ത്രീയുടെ തോന്നിക്കുന്ന ഒരു ജോഡി ചെരുപ്പും വസ്ത്രവും ആഭരണങ്ങളും കണ്ടെത്തി. അതോടെ പോലീസിന് കുറഞ്ഞത് ഒരു കാര്യം മനസ്സിലായി, അതൊരു സ്ത്രീയുടെ അസ്ഥിക്കൂടമാണെന്ന്. ആ വാർത്ത ഗ്രാമത്തിൽ പടർന്നതോടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു, ഇത് റീറ്റയുടെ അസ്ഥിക്കൂടമാണോ? ഈ വാർത്ത കേട്ട റീറ്റയുടെ മാതാപിതാക്കൾ അവിടേക്ക് ഓടിയെത്തി. അവിടെ കിടന്ന വസ്ത്രങ്ങളും ചെരുപ്പുകളും കണ്ട നിമിഷം അവർ നിയന്ത്രണം വിട്ട് കരയാൻ തുടങ്ങി. അവരുടെ നിലവിളി മുഴുവൻ സ്ഥലത്തെയും നിശബ്ദമാക്കി. പോലീസ് അസ്ഥിക്കൂടം കസ്റ്റഡിയിലെടുത്തു. എന്നാൽ അത് കുടുംബത്തിന് കൈമാറാൻ അവർ വിസമ്മതിച്ചു. ഇപ്പോൾ ഏറ്റവും വലിയൊരു സസ്പെൻസ് ഇതാണ്.
ആ ചെരുപ്പുകളും വസ്ത്രങ്ങളും ശരിക്കും റീറ്റയുടേതാണോ? അസ്ഥിക്കുടം സത്യത്തിൽ റീറ്റ തന്നെയാണോ? അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റൊരു വലിയ ഗൂഢാലോചന എന്തെങ്കിലും ഒളിഞ്ഞിരിക്കുകയാണോ? ഈ ചോദ്യത്തിന്റെ മറുപടി നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം ലഭിക്കും. ആ സത്യം കേൾക്കുന്ന നിമിഷം നിങ്ങളുടെ ശ്വാസം പോലും നിശ്ചലമാകും. കാരണം പോലീസ് അസ്ഥിക്കൂടം റീറ്റയുടേതാണെന്ന് സമ്മതിക്കാൻ ഒരുങ്ങിയില്ല. അവർ പറഞ്ഞു, ഒരു അസ്ഥിക്കൂടവും ചില ചെരുപ്പുകളും മാത്രം വെച്ചുകൊണ്ട് ഇത് റീറ്റയുടെ മൃതദേഹമാണെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. സത്യത്തിൽ അവരുടെ സംശയവും ശരി തന്നെയായിരുന്നു. പോലീസ് അസ്ഥിക്കൂടം അവിടെ നിന്നും എടുത്ത് ഭീംറാവു അംബേദ്കർ ജോയിന്റ് ഹോസ്പിറ്റലിലെ പോസ്റ്റ്മോർട്ടം ഹൗസിലേക്ക് മാറ്റി. അവിടെ അതിനെ ഒരു ഫ്രിഡ്ജിനുള്ളിൽ പൂട്ടിവെച്ചു. പോലീസ് റീറ്റയുടെ വീട്ടുകാരോട് വ്യക്തമാക്കി, അന്വേഷണം പൂർത്തിയാകുന്നതുവരെയും അസ്ഥിക്കൂടം ആർക്കും കൈമാറില്ല. ഇത് കേട്ട റീറ്റയുടെ മാതാപിതാക്കൾ പൂർണ്ണമായും തകർന്നു. ഇതെന്താണ് സംഭവിക്കുന്നത്? അവർ വീണ്ടും വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പക്ഷെ ഓരോ തവണയും പോലീസിന്റെ മറുപടി ഒന്നായിരുന്നു, ഇത് റീറ്റയുടെ അസ്ഥിക്കൂടമാണെന്ന് തെളിയുന്നത് വരെ ഇത് ഫ്രിഡ്ജിനുള്ളിൽ തന്നെ തുടരും. റീറ്റയുടെ മാതാപിതാക്കൾ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്കിനി മറ്റൊന്നും വേണ്ട. ആരെന്തിന് ഞങ്ങളുടെ മകളുടെ തുണിയും ചെരുപ്പുകളും ധരിക്കണം? പക്ഷെ അവരുടെ മുന്നിൽ അപ്പോൾ നിന്നത് നിയമമായിരുന്നു. പോലീസ് ഉറച്ചു നിന്നു. ആദ്യം DNA ടെസ്റ്റ് നടത്തും. റിപ്പോർട്ട് മാച്ചായാൽ മാത്രമേ അന്തിമ തീരുമാനം എടുക്കാനാകൂ. ഇപ്പോൾ റീറ്റയുടെ മാതാപിതാക്കൾ വിചാരിച്ചു, ശരി, DNA ടെസ്റ്റ് നടത്തട്ടെ. എത്ര സമയം എടുക്കും? ഒരാഴ്ച, അല്ലെങ്കിൽ പരമാവധി 2 ആഴ്ച. പക്ഷെ അവർക്കറിയില്ലായിരുന്നു ഈ കാത്തിരിപ്പ് വർഷങ്ങളിലേക്ക് നീളുമെന്ന്. റീറ്റ കാണാതായത് 2020 സെപ്റ്റംബർ മാസം 19-നായിരുന്നു. അസ്ഥിക്കൂടം കണ്ടെത്തിയത് സെപ്റ്റംബർ മാസം 24-ന്, അതായത് അവളെ കാണാതായി 5 ദിവസത്തിന് ശേഷം. അങ്ങനെ 2020 അവസാനിച്ചു. 2021 മുഴുവനും കടന്നുപോയി. ഇപ്പോൾ 2022 എത്തി. ഏകദേശം 1.5 വർഷം കഴിഞ്ഞിട്ടും റീറ്റ എന്ന് സംശയിക്കുന്ന അസ്ഥിക്കൂടം ഇപ്പോഴും അതേ ഫ്രിഡ്ജിനുള്ളിൽ കിടക്കുകയാണ്. ഇവിടെ മാതാപിതാക്കൾ ഇന്നും പോലീസ് സ്റ്റേഷൻ ചുറ്റി നടക്കുന്നു. പക്ഷേ DNA റിപ്പോർട്ട് അപ്പോഴും വന്നിട്ടില്ല. അവസാനം അവർ പോലീസിനോട് പറഞ്ഞു, എന്ത് സംഭവിച്ചോ അത് സംഭവിച്ചു. കുറഞ്ഞത് അസ്ഥിക്കൂടമെങ്കിലും ഞങ്ങൾക്ക് തരിക. ഞങ്ങളുടെ മകളുടെ അവസാന കർമ്മങ്ങളെങ്കിലും ഞങ്ങൾക്ക് ചെയ്യണം. പക്ഷേ ആ സമാധാനത്തിനും അവരുടെ കണ്ണീരിനും ഇടയിൽ നിയമത്തിന്റെ ഒരു കനത്ത മതിൽ നിന്നിരുന്നു. പോലീസ് വീണ്ടും കർശനമായി നിരസിച്ചു. അവിടെ റീറ്റയുടെ മാതാപിതാക്കൾ കരഞ്ഞു തകർന്ന അവസ്ഥയിൽ. ഇപ്പോൾ അവർക്ക് നീതി ലഭിക്കേണ്ടത് എവിടെ നിന്നാണ്? റീറ്റയെ കാണാതായി ഇപ്പോൾ 17 മാസം കഴിഞ്ഞു. ഏകദേശം 1.5 വർഷം. DNA റിപ്പോർട്ട് എന്തായി? അതുപോലും വന്നില്ല. റീറ്റയുടെ മാതാപിതാക്കളുടെ സാമ്പിൾ എടുക്കാൻ പോലും ആരും വന്നില്ല. അവിടെ പോലീസ് വീണ്ടും അതേ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് എങ്ങനെ ഈ അസ്ഥിക്കൂടം നിങ്ങളെ ഏൽപ്പിക്കാൻ സാധിക്കും? ഇപ്പൊ റീറ്റയുടെ മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഇനി എത്രത്തോളം ഞങ്ങളെ വേദനിപ്പിക്കും? ഇനി എത്ര സമയം കൂടി വേണം? 2 വർഷമാകാനിരിക്കുന്നു. അവസാനം 1.5 വർഷത്തിന് ശേഷം പോലീസിന് ഒരല്പം ബോധം വന്നതുപോലെ തോന്നി. കാരണം അസ്ഥിക്കൂടം അവരുടെ കൈവശം ഉണ്ടായിരുന്നു. അതേസമയം ഇത് ഞങ്ങളുടെ മകളുടേതാണെന്ന് അവകാശപ്പെട്ട മാതാപിതാക്കൾ ദിവസവും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുകയാണ്. പോലീസിന് ചെയ്യേണ്ടിയിരുന്നത് വളരെ ചെറിയൊരു കാര്യം മാത്രമാണ്. ഒരു ഫോറൻസിക് എക്സ്പേർട്ടിനെ വിളിക്കുക, ചെറിയൊരു സാമ്പിൾ ശേഖരിക്കുക, അത് ലാബിലേക്ക് അയക്കുക. ഇത്ര ചെറിയ കാര്യം പോലും ചെയ്യാൻ പോലീസിനെ കൊണ്ട് കഴിഞ്ഞില്ലേ? എന്തിനാണ് അവർ ഈ കേസ് 1.5 വർഷമായി തൂക്കി വെച്ചിരിക്കുന്നത്? അവരെന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ആ അസ്ഥിക്കൂടം തന്നെ ഫ്രിഡ്ജിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന്, അതെ, ഞാൻ ഇവരുടെ മകളാണ് എന്ന് പറയണമെന്നാണോ? പോലീസിന്റെ അനാസ്ഥ എല്ലാ പരിധികളും കടന്നുപോയി. അവസാനം 2022 തുടക്കത്തിൽ വളരെയധികം ശുപാർശകളും സമ്മർദ്ദങ്ങളും വന്നതിന് ശേഷമാണ് കാര്യങ്ങൾ അല്പം മുന്നോട്ട് പോയത്. ഒന്ന് ചിന്തിച്ചു നോക്കുക. സ്വന്തം മകളുടെ അസ്ഥിക്കൂടം ഫ്രിഡ്ജിനുള്ളിൽ പൂട്ടിയിരിക്കുകയാണ്. അവളുടെ മാതാപിതാക്കൾ മന്ത്രിമാരുടെ പിന്നാലെ നടക്കുകയും ശുപാർശകൾ തേടുകയും ചെയ്യേണ്ട അവസ്ഥ. ഇത്രയും നാണക്കേടും വേദനയും സഹിച്ചതിന് ശേഷമാണ് 2022 തുടക്കത്തിൽ പോലീസ് ഒടുവിൽ തീരുമാനിച്ചത്, ശരി, DNA ടെസ്റ്റ് നടത്താം. റീറ്റയുടെ മാതാപിതാക്കളെ വിളിച്ച് അവരുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചു. ശേഷം അവയെ ഹൈദരാബാദിലെ ലാബിലേക്ക് അയച്ചു. പോലീസ് അവരോട് പറഞ്ഞു, സാമ്പിൾ അയച്ചു കഴിഞ്ഞു, 1 മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞ് റിപ്പോർട്ട് വരും. പക്ഷെ അടുത്തതായി സംഭവിച്ചത് എപ്പോഴും സംഭവിക്കുന്ന അതേ കാര്യമായിരുന്നു. 1 മാസം കഴിഞ്ഞു, 2 മാസവും കഴിഞ്ഞു, വീണ്ടും ചില മാസങ്ങൾ കൂടി കടന്നുപോയി. എന്നാലും DNA റിപ്പോർട്ടിൽ യാതൊരു വിവരവും ഉണ്ടായില്ല. അവസാനം 2022 മാർച്ച് മാസം 26-ന് റിപ്പോർട്ട് എത്തി. റീറ്റയുടെ മാതാപിതാക്കൾക്ക് ഒരേ സമയം സന്തോഷവും ഭയവും ഉണ്ടായിരുന്നു. ഇനിയെങ്കിലും മക്കളുടെ അസ്ഥിക്കൂടം ഞങ്ങൾക്ക് ലഭിക്കും എന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ ഉണ്ടായിരുന്നൊരു കോൺസ്റ്റബിൾ അത് തുറന്നു വായിച്ചു. അതിനുള്ളിലെ വാക്കുകൾ, അതിലെഴുതിയിരുന്നത് ഇൻകൺക്ലൂസീവ്,
അതായത് DNA സാമ്പിളുകൾ ശരിയായ രീതിയിൽ ശേഖരിച്ചിട്ടില്ല. അതുകൊണ്ട് അസ്ഥികൂടം ശരിക്കും റീറ്റയുടേതാണോ അല്ലയോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. റിപ്പോർട്ട് വന്ന കാര്യം അറിഞ്ഞ റീറ്റയുടെ മാതാപിതാക്കൾ ഉടനെ സ്റ്റേഷനിലെത്തി. പക്ഷെ അവിടെ അവരെ കാത്തിരുന്നത് വീണ്ടും നിരാശ മാത്രം. പോലീസ് പറഞ്ഞു, ഈ അസ്ഥികൂടം നിങ്ങളുടെ മകളുടേതാണെന്ന് ഞങ്ങൾക്കിപ്പോഴും ഉറപ്പില്ല, അതുകൊണ്ട് ഇതിപ്പോഴും നിങ്ങളെ ഏൽപ്പിക്കാനാകില്ല. പക്ഷെ ഇപ്രാവശ്യം പോലീസ് ഒരു ഉറപ്പ് നൽകി, നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ വീണ്ടും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കും. ഇങ്ങനെയായിരുന്നു പോലീസിന്റെ ഉറപ്പ്. പക്ഷേ നിരാശയോടെ റീറ്റയുടെ മാതാപിതാക്കൾ വീണ്ടും വീട്ടിലേക്ക് മടങ്ങി. കാലം വീണ്ടും കടന്നുപോയി. ചില മാസങ്ങൾക്ക് ശേഷം 2022 ഓഗസ്റ്റ് എത്തി. അപ്പോൾ വീണ്ടും ഒരു DNA പരിശോധനയ്ക്കായി മാതാപിതാക്കളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു. വീണ്ടും സാമ്പിളുകൾ ശേഖരിച്ചു. വീണ്ടും ഹൈദരാബാദിലെ അതേ ലാബിലേക്ക് അയച്ചു. പക്ഷേ ഇതിനുശേഷം ഏകദേശം 11 മാസം കടന്നുപോയി. എന്നിട്ടും റിപ്പോർട്ട് വന്നില്ല. ഇവിടെ റീറ്റയുടെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങി പൂർണ്ണമായും തളർന്നിരുന്നു. അവസാനം 2023 ജൂലൈ മാസം 10 രണ്ടാമത്തെ DNA റിപ്പോർട്ട് എത്തി. റിപ്പോർട്ട് കോൺസ്റ്റബിൾ പുറത്തെടുത്ത് വായിച്ചു. പക്ഷെ അവിടെയും അതേ മറുപടി തന്നെ, സാമ്പിളുകൾ ശരിയായ രീതിയിൽ ശേഖരിച്ചിട്ടില്ല, ഇൻകൺക്ലൂസീവ്. അതുകൊണ്ട് അസ്ഥികൂടം റീറ്റയുടേതാണോ അല്ലയോ എന്ന് പറയാൻ കഴിയുന്നില്ല. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്തെന്നറിയാമോ? ഇത് രണ്ടാം തവണയായിരുന്നു. ആദ്യ റിപ്പോർട്ടിൽ തന്നെ ലാബ് വ്യക്തമാക്കിയിരുന്നു സാമ്പിളുകൾ ശരിയായ രീതിയിൽ ശേഖരിച്ചിട്ടില്ല എന്ന്. അപ്പോൾ രണ്ടാമത്തെ തവണയെങ്കിലും ഒരു പ്രൊഫഷണൽ വിദഗ്ധനെ വിളിക്കണമായിരുന്നില്ലേ? അത് ചെയ്തില്ല. അതേ അനാസ്ഥ, അതേ അലക്ഷ്യം. വീണ്ടും അതേ രീതിയിൽ സാമ്പിളുകൾ അയച്ചു. ഇത് ശരിക്കും ഒരു അന്വേഷണമായിരുന്നോ, അല്ലെങ്കിൽ ഒരു തമാശയാണോ? അപ്പോൾ ഈ റിപ്പോർട്ടിൽ നിന്നും മറ്റെന്താണ് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞത്? ഇത് 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയാണ്. പക്ഷേ ചില മാസങ്ങളിൽ നമ്മുടെ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു ലജ്ജ തോന്നും. സ്വന്തം മകളുടെ ചിത്രം കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പോലീസ് സ്റ്റേഷനെ ചുറ്റുന്ന മാതാപിതാക്കൾ. ഇവിടെ ഏക തെറ്റെന്തായിരുന്നു? പോലീസ് ശരിയായ രീതിയിൽ DNA സാമ്പിളുകൾ ശേഖരിച്ചില്ല എന്നത് മാത്രം. രണ്ടാം റിപ്പോർട്ടും പരാജയപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ റീറ്റയുടെ മാതാപിതാക്കളുടെ അവസാന പ്രതീക്ഷയും തകർന്നു വീണു. 2 തവണ DNA സാമ്പിളുകൾ അയച്ചതിന് ശേഷം ഇപ്പോൾ പോലീസ് 3ാം തവണ പരിശോധന നടത്താൻ പോലും തയ്യാറായിരുന്നില്ല. അവിടെ അസ്ഥികൂടം ഇപ്പോഴും മോർച്ചറിയിലെ ഒരു ഫ്രിഡ്ജിനുള്ളിൽ കിടന്നു. റീറ്റയുടെ മാതാപിതാക്കൾ ഇന്നും പോലീസ് സ്റ്റേഷൻ ചുറ്റി നടക്കുന്നു. പക്ഷേ ഇനി അവർക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു നല്ല മനുഷ്യൻ അവർക്കൊരു ഉപദേശം നൽകി. ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നത് കൊണ്ട് ഒന്നും നടക്കില്ല, ഇനി കോടതിയിലേക്ക് പോകൂ. ആ വാക്കുകൾ കേട്ട ശേഷം 2023 ഓഗസ്റ്റിൽ റീറ്റയുടെ മാതാപിതാക്കൾ ഒരു അഭിഭാഷകനെ നിയമിച്ചു. ശേഷം അവർ അലഹാബാദ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. 2023 ഒക്ടോബറിൽ കേസ് പരിഗണനയ്ക്ക് വന്നു. കോടതിയിൽ അഭിഭാഷകൻ ജഡ്ജിയുടെ മുന്നിൽ പറഞ്ഞു, ഈ മാതാപിതാക്കൾ കഴിഞ്ഞ 3 വർഷമായി സ്വന്തം മകളുടെ അവസാന കർമ്മങ്ങൾ ചെയ്യാനുള്ള കാത്തിരിപ്പിലാണ്. ഇന്നും ആ മകളുടെ അസ്ഥികൂടം ഒരു ആശുപത്രിയിലെ മോർച്ചറിയിൽ ഫ്രിഡ്ജിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ അസ്ഥികൂടത്തിന് ഇന്ന് വരെയും ആ തടവിൽ നിന്ന് ഒരു മോചനം ലഭിച്ചിട്ടില്ല. പോലീസ് അത് കുടുംബത്തിന് കൈമാറുന്നില്ല. കാരണം DNA റിപ്പോർട്ട് ഇൻകൺക്ലൂസീവായി വന്നിരിക്കുന്നു. പക്ഷെ അത് സംഭവിച്ചതിന് കാരണം പോലീസിന്റെ അനാസ്ഥയാണ്. സാമ്പിളുകൾ ശരിയായ രീതിയിൽ ശേഖരിച്ചിട്ടില്ല. 2 തവണ DNA സാമ്പിളുകൾ അയച്ചു. പക്ഷേ ആ സാമ്പിളുകൾ അത്ര മോശമായ രീതിയിലാണ് ശേഖരിച്ചത്. റിപ്പോർട്ടിൽ നിന്ന് ഒന്നും വ്യക്തമായില്ല. കോടതിയിൽ അഭിഭാഷകൻ ജഡ്ജിയോട് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം കൂടി പറഞ്ഞു. 3ാം തവണ സാമ്പിളുകൾ അയക്കേണ്ട സമയത്ത് പോലീസ് ബജറ്റ് ഇല്ല എന്ന കാരണമാണ് പറഞ്ഞത്. ഫണ്ട് വന്നാൽ മാത്രമേ പരിശോധന നടത്താനാകൂ എന്നാണ് അവരുടെ മറുപടി. ഇത് കേട്ട ശേഷം അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ജഡ്ജിയോട് അപേക്ഷിച്ചു, സർക്കാരിന് ഇവർക്കായി പണമില്ലെങ്കിൽ ഈ അസ്ഥികൂടം അവരുടെ മകളുടേതാണെന്ന് പറയപ്പെടുന്ന ഈ മാതാപിതാക്കൾക്ക് സ്വന്തം പണം ചിലവഴിച്ച് DNA ടെസ്റ്റ് നടത്താനുള്ള ഒരു അനുമതി നൽകണമെന്ന്. ഇതെല്ലാം കേട്ട നിമിഷം ഒരു നിമിഷത്തേക്ക് ആ ജഡ്ജിക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വികാരധീനനായി കണ്ണുകൾ നിറഞ്ഞു. ശേഷം അദ്ദേഹം കടുത്ത ശബ്ദത്തിൽ പോലീസിനോട് പറഞ്ഞു, ഒരു ഫ്രിഡ്ജിനുള്ളിൽ ഒരു അസ്ഥികൂടം 3 വർഷമായി കിടക്കുകയാണ്. ആ മാതാപിതാക്കൾ ഓരോ ദിവസവും പ്രതീക്ഷയോടെ ഉറക്കമുണരുന്നു. വീണ്ടും ഒരേ സംശയത്തോടെയാണ് ഉറങ്ങുന്നത്. അതവരുടെ മകളാണോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും മൃതദേഹമാണോ? കുറഞ്ഞത് ഒരു അന്തിമ തീരുമാനമെങ്കിലും വരണം. മകൾ ഒരിക്കൽ മാത്രം മരിച്ചു, പക്ഷെ അവളുടെ മാതാപിതാക്കൾ കഴിഞ്ഞ 3 വർഷമായി ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി അതീവ ദേഷ്യത്തോടു കൂടി തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു മനുഷ്യാവകാശ ലംഘനം എങ്ങനെ സംഭവിക്കും? അതിനുശേഷം അലഹാബാദ് ഹൈക്കോടതി ശക്തമായി പോലീസിനെ വിമർശിച്ചു. ശേഷം കോടതി ഉത്തരവിട്ടു, ഉടൻ തന്നെ പുതിയ DNA സാമ്പിളുകൾ ശേഖരിക്കണം.
ഇത്തവണ ശരിയായ പരിശീലനം ലഭിച്ച വിദഗ്ധരെ ഉപയോഗിക്കണം. റിപ്പോർട്ട് എത്രയും വേഗം കോടതിക്കും മാതാപിതാക്കൾക്കും സമർപ്പിക്കണം. അസ്ഥികൂടം ആരുടേതാണെന്ന് ഉടൻ ഉറപ്പാക്കണം. കോടതിയുടെ ഈ കടുത്ത വിമർശനം കേട്ടതോടെ പോലീസിന് ഒടുവിൽ പ്രവർത്തിക്കേണ്ടി തന്നെ വന്നു. ഉടനെ തന്നെ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചു. ശേഷം ഇത്തവണ ശരിയായ രീതിയിൽ DNA സാമ്പിൾ ശേഖരിച്ചു. വീണ്ടും അവയെ ഹൈദരാബാദ് ലാബിലേക്ക് അയച്ചു. ശരിക്കും ലോകത്തിൽ തന്നെ ആദ്യമായിരിക്കും ഒരു DNA സാമ്പിൾ 3ാം തവണ പരിശോധനയ്ക്ക് അയക്കപ്പെടുന്നത്. പക്ഷെ കഥ അവിടെ അവസാനിച്ചില്ല. കോടതിയുടെ ഉത്തരവിന് ശേഷം വീണ്ടും 2 തവണ കൂടെ സാമ്പിളുകൾ അയക്കേണ്ടി വന്നു. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? ആദ്യ സാമ്പിൾ അയച്ചത് 2023 ഒക്ടോബർ 26-ന്, രണ്ടാമത്തെ സാമ്പിൾ 2023 ഡിസംബർ മാസം 23-ന്, അവസാനം 2024 ജനുവരി മാസം 30-ന് DNA റിപ്പോർട്ട് എത്തി. ഇത്തവണ റിപ്പോർട്ട് പൂർണ്ണമായും വ്യക്തമായിരുന്നു. കോടതിയുടെ ഉത്തരവിന് ശേഷം അയച്ച അവസാന 2 സാമ്പിളുകളുടെയും പരിശോധനയിൽ ഒരേ ഒരു കാര്യം തന്നെയായിരുന്നു എഴുതിയിരുന്നത്. കഴിഞ്ഞ 40 മാസങ്ങളായി ഡോക്ടർ ഭീംറാവു അംബേദ്കർ ഹോസ്പിറ്റലിലെ മോർച്ചറിയിലെ ഫ്രിഡ്ജിനുള്ളിൽ പൂട്ടിയിരുന്ന അസ്ഥിക്കുടം മറ്റാരുടേതുമല്ല, അത് റീറ്റയുടേതായിരുന്നു. അതെ, 3 വർഷങ്ങൾക്ക് മുൻപ് 2020 സെപ്റ്റംബർ മാസം 19-ന് കാണാതായ അതേ റീറ്റ. റിപ്പോർട്ട് വന്നതിന് ശേഷം പോലീസ് റീറ്റയുടെ മാതാപിതാക്കളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു. സത്യത്തിൽ പോലീസുകാർക്ക് ആ സമയം നാണക്കേട് തോന്നുന്നുണ്ടായിരുന്നു. അസ്ഥികൂടം നിങ്ങളുടെ മകൾ റീറ്റയുടേതാണെന്ന് പറഞ്ഞ ആ നിമിഷം ആ പാവം മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞു. പക്ഷെ ആ കണ്ണീരിനുള്ളിൽ ഒരു ചെറിയ സമാധാനം ഉണ്ടായിരുന്നു. ഇനിയെങ്കിലും ഞങ്ങളുടെ മകൾക്ക് മോചനം ലഭിക്കും. അവർ കരയണോ അതോ ആശ്വാസം നേടണോ എന്നറിയാത്ത അവസ്ഥ. കാരണം ഈ 3 വർഷവും അവരുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു പക്ഷേ അസ്ഥികൂടം മറ്റാരുടേതെങ്കിലും ആയിരിക്കാം. ഒരു ദിവസം റീറ്റ എവിടെയെങ്കിലും നിന്ന് വീട്ടിലേക്ക് തിരികെ വരാം. പക്ഷെ ആ പ്രതീക്ഷ അന്നേ ദിവസം തകർന്നു വീണു. അതിനുശേഷം 40 മാസങ്ങൾക്ക് ശേഷം ആദ്യമായി ഫ്രിഡ്ജ് തുറന്നു. റീറ്റയുടെ അസ്ഥികൂടത്തിന് അവസാനം ആ തടവിൽ നിന്നും മോചനം ലഭിച്ചു. അവിടുത്തെ പ്രാദേശിക SDMന്റെ നേതൃത്വത്തിൽ പോലീസ് അത്യന്തം ബഹുമാനത്തോടെ റീറ്റയുടെ അസ്ഥികൂടം അവളുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. ശേഷം അതിനെ റീറ്റയുടെ അമ്മയ്ക്ക് കൈമാറി. 3 വർഷങ്ങൾക്ക് മുൻപ് റീറ്റയുടെ അസ്ഥികൂടം കണ്ടെത്തിയ അതേ വയലിന് സമീപം പൂർണ്ണമായ മതചടങ്ങുകളോടുകൂടി അവളെ സംസ്കരിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം കഥ ഇവിടെ അവസാനിച്ചല്ലോ എന്ന്. പക്ഷെ ഇല്ല. കാരണം റീറ്റയുടെ അസ്ഥികൂടത്തിന് മോചനം ലഭിച്ചെങ്കിലും ഇന്നും ഒരു ചോദ്യം ബാക്കിയുണ്ട്. റീറ്റയെ കൊന്നതാരാണ്? എന്തിനാണ് അവളെ കൊലപ്പെടുത്തിയത്? ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, റീറ്റ കാണാതായതല്ല, അവൾ കൊല്ലപ്പെട്ടതാണ്. അതിനാൽ പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിച്ചു. ഇപ്പോൾ ഉത്തരം കിട്ടേണ്ട നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തിനാണ് റീറ്റയെ കൊലപ്പെടുത്തിയത്? അതിലും പ്രധാനമായി ആ കൊലപാതകം ചെയ്തത് ആരാണ്? ഇപ്പോൾ പോലീസിന് സ്വന്തം വീഴ്ച മനസ്സിലായി. 3 വർഷങ്ങൾക്ക് മുൻപ് ചെയ്യേണ്ടിയിരുന്ന അന്വേഷണം ഇപ്പോൾ അവർ ചെയ്യേണ്ട അവസ്ഥയിലായി. റീറ്റയെ കാണാതായതിന് പിന്നാലെ 2020 സെപ്റ്റംബർ മാസം 20-ന് തന്നെ അവളുടെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. അതോടൊപ്പം ഒരു പേര് കൂടെ അവർ പറഞ്ഞിരുന്നു. കഥയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ അതേ പേര്, രാംകുമാർ. റീറ്റയുടെ മാതാപിതാക്കൾ ഉറച്ച വിശ്വാസത്തോടെ പറഞ്ഞു, ഞങ്ങളുടെ മകളെ കാണാതാകുന്നതിന് പിന്നിൽ ഈ രാംകുമാറാണ്. പക്ഷെ അന്നത്തെ സമയത്ത് പോലീസ് ആ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം നൽകിയില്ല. കാരണം ഇത്തരത്തിലുള്ള കേസുകളിൽ പലപ്പോഴും പെൺകുട്ടികൾ വീട് വിട്ടു പോവുകയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരികെ വരികയും ചെയ്യാറുണ്ട്. അതിനു പുറമെ 5 ദിവസത്തിന് ശേഷം കണ്ടെത്തിയ അസ്ഥികൂടം ആരുടേതാണെന്ന് പോലും അന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് പോലീസ് ഈ കേസ് തുടർച്ചയായി നീട്ടിക്കൊണ്ടുപോയത്. രാംകുമാറിനെ ഒരിക്കലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷെ 40 മാസങ്ങൾക്ക് ശേഷം സത്യം പുറത്തു വന്നു. അതോടൊപ്പം ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം പോലീസിന് ലഭിച്ചു. അപ്പോൾ മാത്രമാണ് പോലീസിന് രാംകുമാറിനെ ഓർമ്മ വന്നത്. പോലീസ് അവനെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ രാംകുമാർ അതേ ഗ്രാമത്തിലെ തന്നെ താമസക്കാരനാണെന്നും വിവാഹിതനാണെന്നും കണ്ടെത്തി. റീറ്റയുടെ വീട്ടുകാർക്ക് ശക്തമായ സംശയം ഉണ്ടായിരുന്നു. ആ രാത്രി റീറ്റയോടുകൂടി അവസാനമായി കണ്ടത് രാംകുമാറിനെയാണെന്ന്. റീറ്റയുടെ കുടുംബം രാംകുമാറിനെതിരെ ആരോപണം ഉന്നയിച്ച സമയത്ത് അവൻ ഭാര്യയെയും മകളെയും കൂട്ടി ഗ്രാമം വിട്ട് മറ്റൊരിടത്തേക്ക് മാറിയിരുന്നു. പക്ഷേ 3 വർഷങ്ങൾക്ക് ശേഷമാണ് പോലീസ് വീണ്ടും അവനെ അന്വേഷിക്കാൻ തുടങ്ങിയത്. ഈ വാർത്ത രാംകുമാറും കുടുംബവും അറിഞ്ഞപ്പോൾ 50 വയസ്സുകാരനായ രാംകുമാർ സ്വയം പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങി. ഇപ്പൊ പോലീസിന്റെ ശ്രമം അവനിൽ നിന്ന് മുഴുവൻ സത്യവും പുറത്തു കൊണ്ടുവരിക എന്നതാണ്. റീറ്റയുടെ അമ്മയുടെ ആരോപണം അനുസരിച്ച് റീറ്റയ്ക്കും ഈ രാംകുമാറിനും ഇടയിൽ ഒരു വിവാഹേതര ബന്ധമുണ്ടായിരുന്നു. ഇക്കാര്യം രാംകുമാറിന്റെ ഭാര്യ അറിഞ്ഞതോടെ ഭാര്യയും മകനും രാംകുമാറും ചേർന്നാണ് റീറ്റയെ കൊലപ്പെടുത്തിയത് എന്നവർ ആരോപിക്കുന്നു. റീറ്റയുടെ അമ്മ മറ്റൊരു വ്യക്തിയായ സത്യേന്ദ്രകുമാറിന്റെ പേരും പറഞ്ഞു.
ഈ കൊലപാതകത്തിൽ അവനും പങ്കുണ്ടെന്നവർ അവകാശപ്പെടുന്നു. പക്ഷേ രാംകുമാർ മുഴുവൻ കുറ്റവും സ്വയമേ ഏറ്റെടുത്തു. കാരണം സ്വന്തം കുടുംബത്തെ പ്രശ്നത്തിലാക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ശരിക്കും ഇത് റീറ്റയുടെ കുടുംബത്തിന്റെ കഥ മാത്രമല്ല, സിസ്റ്റത്തിന്റെ പേപ്പർ ചക്രങ്ങളിൽ കുടുങ്ങിക്കഴിയുന്ന ഓരോ മനുഷ്യന്റെയും കഥയാണ്. ഈ കേസ് നമ്മെ ഒരു കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്: ഒരു DNA ടെസ്റ്റിന്റെ വൈകിപ്പ് അത് നീതിയുടെ തന്നെ വൈകിപ്പാണ്. ശരിയായ സമയത്ത് ശരിയായ നടപടി എടുക്കുന്നത് എത്ര പ്രധാനമാണെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ ചില കഥകൾ ജീവിതം മുഴുവനും ഒരു രഹസ്യമായി തന്നെ മാറിപ്പോകും. ചിലപ്പോൾ ആ വൈകിപ്പ് തന്നെ ഒരു ജീവിതത്തെ 40 മാസത്തേക്ക് ഒരു ഫ്രിഡ്ജിനുള്ളിൽ പൂട്ടിയിടും. അതേസമയം ഇന്നും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. 20-22 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇതിനകം വിവാഹിതനായ 45-50 വയസ്സുള്ള ഒരാളോടൊപ്പം എന്താണ് അന്വേഷിച്ചത്? റീറ്റയ്ക്ക് തെറ്റുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ ആ വയസ്സായ മനുഷ്യനെയാണ് ഞാൻ അതിലും വലിയ കുറ്റവാളിയായി കാണുന്നത്. അവൻ്റെ മകളുടെ പ്രായമല്ലേ കാണൂ. അവന് ലജ്ജ പോലും തോന്നിയില്ലേ? അവളെ മനസ്സിലാക്കാൻ അവന് കഴിയുമായിരുന്നില്ലേ? അവൾ ഇപ്പോഴും ചെറുപ്പമായിരുന്നു. ശരി തെറ്റ് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ളൊരു പ്രായം. ഇത് യഥാർത്ഥത്തിൽ എന്ത് തരത്തിലുള്ളൊരു സ്നേഹമായിരുന്നു മനസ്സിലാകുന്നില്ല. ഈ ബന്ധത്തിന് നിങ്ങൾ എന്ത് പേരാണ് നൽകുക? അവസാനം റീറ്റയുടെ കഥ നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യം ഇത് തന്നെയാണ്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെയും കണ്ടിട്ട് ഒരു ലൈക്ക് പോലും ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ആ ഒരു ചെറിയ ലൈക്ക് എനിക്ക് ഒരുപാട് പ്രചോദനമായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.